തനിച്ചായിരിക്കുമ്പോൾ ഹൃദയാഘാതം വന്നാൽ അറിഞ്ഞിരിക്കേണ്ട ജീവൻ രക്ഷാ മാർഗങ്ങൾ ഇവയാണ്. നെഞ്ചിൽ അനുഭവപ്പെടുന്ന കഠിനമായ ഭാരം, അമർത്തുന്നത് പോലെയുള്ള വേദന, ഇടത് കൈയിലേക്കോ താടിയെല്ലിലേക്കോ പടരുന്ന അസ്വസ്ഥത, അമിതമായ വിയർപ്പ്, ശ്വാസമുട്ടൽ എന്നിവ കണ്ടാൽ ഒട്ടും വൈകിക്കരുത്. ഹൃദയാഘാതം അപ്രതീക്ഷിതമായി എത്തുന്ന ഒരു വില്ലനാണ്. നിശബ്ദനായി വന്ന് ജീവൻ കവർന്നെടുക്കുന്ന ഈ ഭീകരൻ നമ്മൾ തനിച്ചായിരിക്കുമ്പോഴാണ് എത്തുന്നതെങ്കിൽ ഭയം ഇരട്ടിയാകും. ഉറ്റവരോ ഉടയവരോ അരികിലില്ലാത്ത ആ നിമിഷങ്ങളിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ദൂരം വെറും സെക്കൻഡുകൾ മാത്രമാണ്. എന്നാൽ അത്തരമൊരു ഘട്ടത്തിൽ പരിഭ്രമിക്കാതെ കൈക്കൊള്ളുന്ന കൃത്യമായ മുൻകരുതലുകൾ നമ്മെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേക്കാം. ഒരു നിമിഷത്തെ വിവേകപൂർണമായ ഇടപെടൽ എങ്ങനെ ഒരു ജീവൻ രക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം. ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യപടി. നെഞ്ചിൽ അനുഭവപ്പെടുന്ന കഠിനമായ ഭാരം, അമർത്തുന്നത് പോലെയുള്ള വേദന, ഇടത് കൈയിലേക്കോ താടിയെല്ലിലേക്കോ പടരുന്ന അസ്വസ്ഥത, അമിതമായ വിയർപ്പ്, ശ്വാസം മുട്ടൽ എന്നിവ കണ്ടാൽ ഒട്ടും വൈകിക്കരുത്. പലപ്പോഴും നമ്മൾ ഇതിനെ ഗ്യാസ് ട്രബിൾ എന്ന് കരുതി നിസാരമായി തള്ളിക്കളയാറുണ്ട്. എന്നാൽ തനിച്ചായിരിക്കുന്ന സമയത്ത് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടായാൽ അത് ഹൃദയാഘാതമാകാനുള്ള സാധ്യത തള്ളിക്കളയരുത്. ശരീരം നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉടൻ തന്നെ സഹായത്തിനായി ആരെങ്കിലും വിളിക്കുക എന്നതാണ്. അത്യാഹിത വിഭാഗത്തെയോ അടുത്തുള്ള സുഹൃത്തിനെയോ ബന്ധുവിനെയോ വിവരം അറിയിക്കുക. താൻ തനിച്ചാണെന്നും ഹൃദയാഘാതമെന്ന് സംശയിക്കുന്നതായും അവരോട് വ്യക്തമായി പറയുക. ഫോൺ കട്ട് ചെയ്യാതെ തന്നെ വീടിന്റെ മുൻവാതിൽ തുറന്നിടാൻ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ അബോധാവസ്ഥയിലായാൽ പോലും രക്ഷാപ്രവർത്തകർക്ക് തടസ്സമില്ലാതെ വീടിനുള്ളിൽ പ്രവേശിക്കാൻ ഇത് സഹായിക്കും. ഈ സമയത്ത് നടക്കാനോ കഠിനമായ ജോലികളിൽ ഏർപ്പെടാനോ പാടില്ല. ഒരിടത്ത് ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുക. കസേരയിലോ സോഫയിലോ ഇരിക്കുന്നതിനേക്കാൾ നിലത്ത് ചുവരിൽ ചാരി ഇരിക്കുന്നതാണ് ഉചിതം. ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം സുഗമമാക്കാൻ സഹായിക്കും. മുറുകിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അവ അയച്ചിടുക. ശ്വാസോച്ഛ്വാസം സാവധാനത്തിലും ആഴത്തിലും എടുക്കാൻ ശ്രമിക്കുന്നത് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് നിലനിർത്താൻ സഹായിക്കും. ഹൃദയാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു ആസ്പിരിൻ ഗുളിക ചവച്ചരച്ച് കഴിക്കുന്നത് വലിയ ഗുണം ചെയ്യും. രക്തം കട്ട പിടിക്കുന്നത് തടയാനും ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം നിലനിർത്താനും ഇത് സഹായിക്കും. എന്നാൽ നിങ്ങൾക്ക് ആസ്പിരിൻ അലർജി ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കണം. അതുപോലെ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ചുമച്ച് രക്ഷപ്പെടുക എന്ന രീതി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ലെന്ന് ഓർക്കുക. അത് ചിലപ്പോൾ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്തേക്കാം. അതിനാൽ അമിതമായി ചുമച്ച് ഊർജം കളയാതിരിക്കുക. ആശുപത്രിയിൽ എത്തുന്നതുവരെയുള്ള ആ കുറഞ്ഞ സമയം അതീവ ജാഗ്രതയോടെ വിനിയോഗിക്കുക. പരിഭ്രാന്തി ഒഴിവാക്കി മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. അമിതമായ ഉത്കണ്ഠ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും സ്ഥിതി വഷളാക്കുകയും ചെയ്യും. വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ മുതിരരുത്. വൈദ്യസഹായം ലഭിക്കുന്നത് വരെ വിശ്രമിക്കുക. നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കൈകളിലാണെന്ന തിരിച്ചറിവോടെ ഓരോ സെക്കൻഡും വിവേകപൂർവം ഉപയോഗിക്കുക. മരണത്തിന്റെ കരിനിഴൽ വീഴുന്ന ആ നിമിഷങ്ങളിൽ പതറാതെ നിൽക്കാൻ സാധിച്ചാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളും അറിവുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള ഈ ലളിതമായ അറിവുകൾ കൂടി നാം സ്വന്തമാക്കണം.